എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ട് ഗോവയിലാണ് താമസം. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത് നമുക്കിഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു അമ്പലം കണ്ടെത്തി. അതായത് പ്രകൃതിയോട് ഇണങ്ങി കാടിനകത്തുള്ള ഒരു അമ്പലമാണ്. ഇവിടെ പോർച്ചുഗീസുകാരുടെ ഒരുപാട് അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് അമ്പലത്തിന് നേരെ. പക്ഷേ ഈ ഒരു അമ്പലം കാടിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ ഒരുപാട് യുദ്ധങ്ങളിൽ നിന്നും പോർച്ചുഗീസ് ആക്രമണങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടു. അമ്പലത്തിൻ്റെ പേര് താമ്പടി സുള ശിവക്ഷേത്രമാണ്. താമ്പടി സുള. അപ്പോൾ ഗോവയിൽ വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വന്ന് കാണണം ഈ ഒരു അമ്പലം. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. പ്രകൃതിയോട്, അതായത് കാടിനോട് ഇടപഴകി ഇരിക്കുന്ന ഒരു അമ്പലം. ഒരുപാട് വന്യജീവികളും പക്ഷികളും വ്യത്യസ്തമാർന്ന സസ്യജാലങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പ്രകൃതിയെ സ്നേഹിക്കുന്ന, ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു അമ്പലമാണ്. ധ്യാനത്തിന് വളരെ പറ്റിയൊരു സ്ഥലമാണ്. ധ്യാനിക്കാനിരുന്ന ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. അതിപുരാതനമാണ്. ഏകദേശം ഒരു കണക്കനുസരിച്ച് 12ാം സെഞ്ചുറിയിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. ഒറ്റ കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരു കല്ലില് അവിടെ വെച്ച് തന്നെ കൊത്തുപണിയെല്ലാം ചെയ്തുണ്ടാക്കിയതാണ്. വിചാരിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു കാട്ടില് എങ്ങനെയാണ് ആ ഒരു കാലത്ത് ഇതൊക്കെ നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ഇതെന്തോ ലിഖിതങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല പൂർണ്ണമായിട്ടും. ഇപ്പോൾ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. ഇവിടെ ഒരുപാട് തകർക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വിഗ്രഹങ്ങൾ കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയിട്ടുണ്ട്. നന്ദികേശന് തലയില്ലായിരുന്നു കേട്ടോ. രൂപത്തിന് വളരെ വിഷമം തോന്നി. കാരണം അത് നശിച്ചു പോയതാണ്, പുനരുദ്ധീകരിച്ചൊന്നുമില്ല. പക്ഷേ ഇതാണ് അവിടുത്തെ ശിലാലിഖിതം. കുരങ്ങന്മാരെ കൊണ്ട് വളരെ രസമാണ് കാണാൻ. അവരുടെ ആക്ടിവിറ്റീസൊക്കെ എല്ലാവരും മസ്റ്റായിട്ട് ഗോവയിൽ പോകുമ്പോൾ പോകണം കേട്ടോ.